സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്തുണ്ട്. ദൃശ്യ, അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമാവുന്നു. ഇയാൾ ഏറെ നാളായി ചികിത്സയിലായിരുന്നോ? മറ്റു വിവരങ്ങൾ? ഹരി, ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെയാണ് ഈ തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയായ റഹീമിന് രോഗം സ്ഥിരീകരിക്കുന്നത്. ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഇയാൾ അബോധാവസ്ഥയിലായിരുന്നു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നാണ് ഇന്നലെ രാത്രിയോടെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഇയാളെ ഈ നാട്ടുകാർ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇയാൾ ഗുരുതരാവസ്ഥയിൽ അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് മറ്റ് പല ഈ പരിശോധനകൾ നടത്തുന്നതിൻ്റെ കൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഈ പരിശോധനകൾ കൂടി നടത്തിയത്. ഇതിലാണ് ഇയാൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇന്ന് രാവിലെയോടെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഇയാൾ മരിക്കുന്നത്. എന്തായാലും ഈ മരണത്തിൻ്റെ കൂടെ തന്നെ രോഗം ഭേദമായും ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ കൂടെയാണ് ഈ ആശങ്കയിൽ ഈ ഒരു മരണം കൂടി സംഭവിക്കുന്നത്. ഇയാൾക്ക് മറ്റ് അസുഖങ്ങളും കൂടി ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അബോധാവസ്ഥയിൽ തന്നെയാണ്, ഇയാളെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ മറ്റ് ചികിത്സകൾക്കുള്ള ഒരു സമയം പോലും ഇല്ലായിരുന്നു. കാരണം അബോധാവസ്ഥയിൽ എത്തിക്കുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് രാവിലെയോടെ രോഗം സ്ഥിരീകരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ മരിക്കുകയാണ്. ഹരി, അതോടൊപ്പം തന്നെ ഈ ഒരു രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഹരി, ഈ തുടക്കം മുതൽ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വ്യാപനത്തിന്റെ തുടക്കം മുതൽ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും ഈ പ്രദേശത്തുള്ള ആരോഗ്യ സംഘടനകളുടെയും നേതൃത്വത്തിലൊക്കെ തന്നെ പരിശോധനകളും ഇതുകൂടാതെ തന്നെ വലിയ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും കൃത്യമായി രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ വീട്ടിൽ കുളിക്കുന്നവർക്ക് പോലും, അല്ലെങ്കിൽ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ കുളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് മൂക്കിലൂടെ ഈ രോഗാണു അകത്തേക്ക് കയറുന്നു എന്നാണ്. എന്നാൽ ഈ വീട്ടിൽ നിന്ന് കുളിക്കുന്നവരിൽ പോലും ഒരു 3 മാസം പ്രായമുള്ള കുട്ടിക്ക് പോലും രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു അസുഖം ഇത്രയും വലിയൊരു ആശങ്കയായി തുടരുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം, കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പാലിക്കണം എന്നുള്ളത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ രോഗവ്യാപനം കൂടുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതലായി വരുന്നുമുണ്ട്. കൂടാതെ ഈ നാട്ടിലുള്ള പ്രദേശങ്ങളിലുള്ള ഈ ജല സ്രോതസ്സുകളൊക്കെ തന്നെ ക്ലോറിനേഷൻ ചെയ്യാനും അത്തരത്തിലുള്ള ശുദ്ധീകരണ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാനും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഹരി, ശരി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിക്കുന്നു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകി.